ഇത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയാണ് ഡൽഹി. ജനാധിപത്യത്തിന്റെ കാവലാളുകൾ എന്ന് അവകാശപ്പെടുന്നവരുടെ മൂക്കിൻ തുമ്പിലെ ജന്തർ മന്ദിർ. അവിടെ ഉയർന്നു കേൾക്കുന്നത് വെറും ഒരു സമര കോലാഹലമല്ല, ഒരു ജനതയുടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ഭാവി തല്ലിക്കെടുത്തിയതിനെതിരെയുള്ള അട്ടഹാസമാണ്. പക്ഷെ അവിടെ കണ്ടത് എന്താണ്? കണ്ണീരും ചോരയും വീണ ആ തെരുവുകളിൽ നാം കണ്ടത് ജനാധിപത്യത്തിന്റെ ഭംഗിയല്ല, മറിച്ച് അധികാരത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകളാണ്. വർഷങ്ങളോളം ഉറക്കമൊഴിച്ച് സ്വന്തം സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാൻ രാപ്പകലില്ലാതെ അധ്വാനിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുമ്പോൾ തെരുവിൽ നീതിക്കായി ഇറങ്ങിയവർക്ക് രാജ്യം നൽകിയ മറുപടി എന്താണ്? തല്ലിച്ചതയ്ക്കപ്പെട്ട ശരീരങ്ങൾ, വസ്ത്രങ്ങൾ കീറിയെറിയപ്പെട്ട പെൺകുട്ടികൾ, തെരുവിലൂടെ ക്രൂരമായി വലിച്ചിഴക്കപ്പെട്ട നാളത്തെ ഡോക്ടർമാർ. ഒരു മനുഷ്യ മനസാക്ഷിക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത അതിക്രമങ്ങൾക്കാണ് ഡൽഹിയുടെ മണ്ണ് സാക്ഷ്യം വഹിച്ചത്. ചോദ്യം ചോദിക്കുന്നവരെ, നീതിക്കായി കെഞ്ചുന്നവരെ ക്രൂരമായി നിശബ്ദരാക്കാമെന്ന് കരുതുന്നുണ്ടോ? ഇത് വെറും ഒരു പരീക്ഷാ ക്രമക്കേടിന്റെ കഥയല്ല. ഇതൊരു തലമുറയോട് കാണിച്ച വഞ്ചനയുടെ, അതിക്രമത്തിന്റെ ദൃശ്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഓരോന്നും നാം ഓരോരുത്തരോടും ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നാം ഏതു ലോകത്താണ് ജീവിക്കുന്നത്? നമ്മുടെ വരും തലമുറയ്ക്ക് നാം നൽകുന്ന നീതി ഇതാണോ? കണ്ടില്ലെന്ന് നടിക്കാൻ ഇനി നമുക്കാവില്ല. കാരണം ഈ അനീതിക്ക് നേരെ കണ്ണടച്ചാൽ നാളെ ഇരയാകുന്നത് നിങ്ങളുടെയോ എന്റെയോ മക്കളാകാം. ഡൽഹി ജന്തർ മന്ദിറിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ്? ആ ക്രൂരമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇതാ കാണുക. देखो इसकी भाई, उन्होंने जहरीली गैस फेंक रहे हैं। पुलिस दिल्ली जान में उन्होंने गोली मारी थी। अब में फर्क इतना है, आपने कैसे लाठी चार्ज कर रहे? देखो 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 भाई, आग पाड़ दिया। ओ भाई, सिविल ड्रेस में कुछ लोग गुंडे हैं। अपना स्कूल छोड़ के यहाँ पे इसलिए नहीं आए कि ऐसे ही वापस चले जाएंगे, अंदर जाके रहेंगे। स्कूल छोड़ के हम इसलिए नहीं आए कि वापस खाली हाथ जाएंगे इस्तीफा ले। पानी है भाई भाई। ऐसे कौन मारता है मेरे से? हम लोग कोई तुम्हारे घर में औलाद है तब पता चले। डेमोक्रेटिक कंट्री कहते हैं ना, राइट टू फ्रीडम और स्पीच है हमें। जब हम उस राइट को अपना यहाँ पे यूज कर रहे हैं तो ऐसे हाथ उठा रहे हैं। അതെ, ലാത്തി ചാർജ് കൊണ്ടോ പെല്ലറ്റ് തോക്കുകൾ കൊണ്ടോ ഇലക്ട്രിക് ഷോക്കുകൾ കൊണ്ടോ അടിച്ചമർത്താൻ കഴിയുന്നതല്ല നീതിക്കായുള്ള ഒരു ജനതയുടെ ശബ്ദം. അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ ചോര വീട്ടാം, ശരീരങ്ങളെ തളർത്താം, പക്ഷേ തകർക്കാനാവാത്ത ഒരു പ്രതിരോധമുണ്ട്. അത് സത്യത്തിൻ്റെതാണ്. ഇന്ന് ഡൽഹിയുടെ തെരുവിൽ ചോരയിട്ടുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ചോദ്യം ഭരണാധികാരികൾക്ക് നേരെ മാത്രമുള്ളതല്ല, അത് കണ്ണടച്ചിരിക്കുന്ന ഓരോ പൗരന്റെയും മനസാക്ഷിക്ക് നേരെയുള്ള ചോദ്യം കൂടിയാണ്. ഈ അനീതിക്കെതിരെ നാം ശബ്ദം ഉയർത്തിയേ മതിയാകൂ. കാരണം നീതി നിഷേധിക്കപ്പെടുമ്പോൾ മൗനം പാലിക്കുന്നത് അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ്. ഇത് കേവലം സമരക്കാരെ തുരത്തലല്ല, സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ, വരും തലമുറയ്ക്ക് നേരെ നടത്തുന്ന ഒരു പരസ്യമായ യുദ്ധ പ്രഖ്യാപനമാണ്. മുമ്പ് രാജ്യത്തിന്റെ നട്ടലായ കർഷകർ നീതിക്കായി ഡൽഹിയിൽ അതിർത്തികളിൽ സമരം ചെയ്തപ്പോൾ അവരോട് എങ്ങനെയാണോ ഈ ഒരു ഭരണകൂടം പെരുമാറിയത്, അതേ ക്രൂരതയാണ് ഇന്ന് ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾക്ക് നേരെയും ആവർത്തിക്കുന്നത്. ആശുപത്രി മുറികളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അറിയാം ആ ക്രൂരതയുടെ ആഴം. പെല്ലറ്റ് തോക്കുകളിൽ നിന്ന് ചിതറിത്തെറിച്ച ഈയത്തുണ്ടുകൾ തുളച്ചു കീറിയ ചോര വാർന്ന ചെറുപ്പക്കാരുടെ ശരീരങ്ങളാണ് ആശുപത്രിയിൽ ഉടനീളം. ക്രമസമാധാനം പാലിക്കേണ്ട കൈകളിൽ ഏകാധിപതികളായ ഭരണാധികാരികൾ ആയുധങ്ങൾ വെച്ചു നൽകിയപ്പോൾ അവർ നിർദ്ദയം പ്രയോഗിക്കുന്നത് കറണ്ടടിപ്പിക്കുന്ന ഷോക്ക് ബാറ്റനുകളാണ്. പക്ഷേ മോദി സർക്കാരും അവരുടെ പോലീസും ഒരു കാര്യം മറന്നുപോകുന്നു. ഭയം വിറ്റഴിച്ച് ഭരിക്കാൻ നോക്കുന്നവരുടെ മുന്നിൽ ഭയമില്ലാത്ത ഒരു തലമുറ
നെഞ്ചു വിരിച്ചു നിൽക്കുകയാണിവിടെ. പോലീസിന്റെ തോക്കുകൾക്കും മാരകായുധങ്ങൾക്കും മുന്നിൽ തങ്ങളുടെ ഭാവിക്ക് വേണ്ടി പതറാതെ നിന്നുകൊടുക്കുന്ന ഈ ചെറുപ്പക്കാരുടെ ആർജവമാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത്.